ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നെജു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൈസ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു റൈസ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് റേഷൻ കടയിൽ നിന്നും ഇപ്പോൾ കിട്ടുന്ന പച്ചരി യൂസാക്കിയിട്ടാണ്. റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന പച്ചരിയും വെജിറ്റബിൾസും കൂടെ മിക്സഡ് ആക്കിയിട്ട് കുഞ്ഞു മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റിയിട്ടും അതുപോലെ തന്നെ വലിയവർക്കും കഴിക്കാനായിട്ട് പറ്റുന്ന നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള റൈസ് റെസിപ്പിയാണ്. പച്ചക്കറികളൊന്നും കഴിക്കാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റൈസ് ഉണ്ടാക്കിയിട്ട് സ്കൂളിലേക്ക് കൊടുത്തയച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഒരു 250 അരി യൂസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒരു സവാള, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, ഒരു പച്ചമുളക്, അല്പം ചപ്പ് പുതിന ഇലയാണ്. അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേറെ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ആക്കണമെങ്കിൽ അതും കൂടെ ആക്കിയെടുക്കാം. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ യൂസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 250 ഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന പച്ചരിയിൽ ഇതുപോലെ നെയ്ച്ചോറിന് യൂസാക്കുന്ന അരിയെ പോലെയുള്ള ഒരു അരി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു അരി യൂസാക്കിയിട്ടാണ് ഈ ഒരു റെസിപ്പി ട്രൈ ആക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടെങ്കിൽ അത് യൂസാക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് അല്പം നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം നെയ്യ് യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് റൈസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാ പച്ചക്കറികളും കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിനനുസരിച്ച് പച്ചക്കറികളുടെ അളവുകളും കൂട്ടാവുന്നതാണ്. പിന്നെ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ്, പൊട്ടാറ്റോ, പച്ചമുളക്, ചപ്പ്, പുതിന, തക്കാളി എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഈ ഒരു റൈസ് റെസിപ്പി കുട്ടികൾക്ക് കൊടുത്തേക്കുമ്പോൾ ഇതിലേക്ക് വേറൊരു കൂട്ടാനൊന്നും കൊടുത്തേക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചിക്കനോ അതുപോലെ തന്നെ മീറ്റോ മുട്ടയോ ഒന്നും തന്നെ യൂസാക്കി എടുക്കുന്നില്ല. വെജിറ്റബിൾസും റൈസും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. സ്കൂളിലേക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനും പറ്റുന്നതാണ്. ഇനി പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പുളിക്ക് ആവശ്യമായിട്ട് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ തൈര് യൂസാക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാനുള്ളത്. ഈ തൈരിൽ കിടന്ന് കുറച്ചൊന്ന് പച്ചക്കറികളൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം യൂസാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ്. ഞാൻ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പാണ് റൈസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചെറിയ കഷ്ണം കറുവാപ്പട്ടയും അതുപോലെ തന്നെ 2-3 ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബേ ലീഫ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അരിയും വെള്ളമൊക്കെ നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 15-20 മിനിറ്റൊക്കെ ആയാൽ മതിയാവും ഇത് കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം കുറേയൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പിന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 15 മുതൽ 20 മിനിറ്റൊക്കെ ആയാൽ മതിയാവും റൈസ് നന്നായിട്ടൊന്ന് കുക്കായി വരാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ ഒരു റൈസ് റെസിപ്പി ഞാൻ മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. പിന്നെ ഉണ്ടാക്കിയ ശേഷം ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ മോൾക്ക് ടിഫിൻ ബോക്സിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അച്ചാർ കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മറ്റൊരു കൂട്ടാൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.